ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 7 ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ പെരുമഴ വന്നു ചേരുന്നു. നിങ്ങളീ നക്ഷത്ര ജാതകരാണോ? ആദിത്യൻ മേടം രാശിയിൽ, ഭരണി ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ വെളുത്ത സപ്തമി മുതൽ ത്രയോദശി വരെയുള്ള തിഥികളിൽ പൂയത്തിൽ തുടങ്ങി ചിത്തിര വരെയാണ് ഈ ആഴ്ചത്തെ നക്ഷത്രങ്ങൾ. ബുധൻ മീനം രാശിയിലാണ്. മെയ് 7-ന് മേടത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ രേവതിയിൽ നിന്നും അശ്വതിയിലാവും ബുധസഞ്ചാരം. ചൊവ്വ നീചക്ഷേത്രമായ കർക്കിടകത്തിൽ പൂയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ്. ശുക്രനാകട്ടെ ഉച്ചരാശിയായ മീനത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. ശനിയും ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. വ്യാഴം ഇടവം രാശി മകീരം നക്ഷത്രത്തിലാണ്. വ്യാഴം ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന ഒടുവിലത്തെ ആഴ്ചയാണ് ഈ ആഴ്ച. ശനി മീനം രാശിയിൽ ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുന്നു. രാഹു മീനം രാശിയിൽ പൂരുരുട്ടാതിയിലാണ്. മീനം രാശിയിലെ 1 ഡിഗ്രിയിൽ നിന്നും 0 ഡിഗ്രിയിൽ പിൻഗതിയായാണ് രാഹുവിൻ്റെ സഞ്ചാരം. കൃത്യമായും രാശി സന്ധിയിലാണ് രാഹു. ഗ്രഹത്തിൻ്റെ ദോഷശക്തി ഏറ്റവും തീവ്രമാകും. രാശി സന്ധിയിലെത്തുമ്പോൾ സ്വാഭാവികമായും കേതുവും രാശി സന്ധിയിലാണ്. കന്നി രാശിയുടെ 1 ഡിഗ്രിയിൽ നിന്നും 0 ഡിഗ്രിയിലേക്കാണ് കേതുവിൻ്റെ സഞ്ചാരപഥം. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ജോലി സ്ഥലത്ത് സ്വാതന്ത്ര്യം അപങ്കുരമാകും. ആദിത്യൻ 2-ാം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാൽ വാക്കുകൾ പരുഷങ്ങളാകുവാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടെ നിങ്ങൾക്ക് ആലസ്യം വന്നു ചേരും. മുൻപില്ലാത്ത വിധം കാര്യങ്ങൾ പിന്നീടത്തേക്ക് മാറ്റുവാനുള്ള ശ്രമം ഉണ്ടാകുന്നതാണ്. 12-ലെ ശനി രാഹു സ്വാധീനം കൊണ്ടാണ് ബന്ധുത്വവും സൗഹൃദവും ഗുണത്തിന് മാത്രമല്ലെന്ന് ബോധ്യമാകുന്ന ഒരു ആഴ്ച തന്നെ. ഞായർ മുതൽ ചൊവ്വ വരെ ഈർഷ്യയും തൃപ്തിക്കുറവും ഭവിക്കുന്നതാണ്. ബുധനാഴ്ച തൊട്ട് കൂടുതൽ കാര്യങ്ങളെല്ലാം സൗഖ്യവും കർമ്മപുഷ്ടിയിലും വന്നുചേരും. മേലധികാരിയുടെ അനുമോദനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. 12-ാം ഭാവത്തിലെ ശനി രാഹു യോഗം മൂലം വളരെയധികം ദുർവ്യയത്തിന് കാരണമാകും. വഴി നടത്തം മൂലം ക്ലേശങ്ങൾ ഉണ്ടാകുന്നതാണ്. വില പിടിച്ച വസ്തുക്കൾ അപഹരിക്കപ്പെടുവാനും ഇടയുണ്ട്. സമയനിഷ്ഠ പാലിക്കുവാൻ നിങ്ങൾക്ക് ഈ ആഴ്ച കഴിയണമെന്നില്ല. മക്കളുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുവാൻ സാധിക്കും. വാഹനയാത്രയിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമാകും. 4-ാം ഭാവത്തിൽ ചൊവ്വയുള്ളത് മനക്ലേശത്തിന് കാരണമാകുന്നതാണ്. ബന്ധുവിരോധത്തിന് വളരെയധികം സാധ്യതയുണ്ട്. പരാശ്രയം വേണ്ടെന്നു കരുതിയാലും പലരുടെയും സഹായം നിങ്ങൾക്ക് ഈ ആഴ്ച ആവശ്യമായി വരുന്നതാണ്. ആരോഗ്യ പരിപാലനത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നതും ഗുണകരമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപന്റെ ഉച്ചസ്ഥിതി ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്നതാണ്. ഇടവരാശിക്കാർക്ക് രാശാധിപനായ ശുക്രൻ ഉച്ചത്തിലാണ്. ആകയാൽ ജീവിതം വളരെയധികം സുഗമമാകും. തടസ്സങ്ങളെയെല്ലാം നന്നായി നിങ്ങൾക്ക് ഈ ആഴ്ച അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽ മേഖലയിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക മൂലം മേലധികാരിയുടെ പ്രീതി ഉണ്ടാകും. ഭൗതികമായി വളരെയധികം തൃപ്തി ഉണ്ടാകുന്നതാണ്. ജീവിത നിലവാരം വളരെയധികം ഉയരും. മേടരാശിക്കാർക്ക് 4-ൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ മനക്ലേശങ്ങൾ സമ്മാനിക്കുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ തൃപ്തി കുറയുവാൻ ഇടയുണ്ട്. ഇടവരാശിക്കാർക്കാകട്ടെ സഹായിക്കുവാനും പിന്തുണയ്ക്കുവാനും പലരും ഉണ്ടെന്ന തോന്നൽ വളരെയധികം ശക്തമാകും. ഞായർ വ്യാഴം ശനി ദിവസങ്ങളിൽ വളരെയധികം മെച്ചമുള്ള ദിവസങ്ങളും ഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ചന്ദ്രന് കുജയോഗം വരുന്നതിനാൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സ്വന്തം നിർബന്ധശീലം മൂലം ശത്രുക്കളെ സൃഷ്ടിക്കുന്നതാണ്.
ദുസ്സാഹസങ്ങൾക്ക് മുതിരുവാനും ഇടയുണ്ട്. ഇല്ലാത്ത കഴിവുകൾ ഉണ്ടെന്ന് ഭവിക്കുവാൻ സാധ്യതയുള്ള ആഴ്ചയാണ്. വെള്ളി ശനി ദിവസങ്ങളിൽ ചന്ദ്രന് ഋതുയോഗം വരുന്നുണ്ട്. മനക്ലേശമുണ്ടാകും. ഏറ്റെടുത്ത കരാറുകൾ തടസ്സപ്പെടാം. അകാരണമായ ഭയം ഭവിക്കുന്നതാണ്. മറ്റ് ദിവസങ്ങളിൽ കാര്യവിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. കലാരംഗത്ത് ഉന്മേഷം പ്രകടമാകും. ധനപരമായി വളരെയധികം സ്വസ്ഥത വരുന്ന ആഴ്ച കൂടിയാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. നക്ഷത്രത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ സ്വസ്ഥത വളരെയധികം കുറയും. അലച്ചിലുണ്ടാകും. പല കാര്യങ്ങളിലും ആശ്രയക്കുഴപ്പം തുടരുന്നതാണ്. ധനപരമായി വളരെയധികം മെച്ചമുണ്ടാകുന്ന ആഴ്ച കൂടിയാണ് നിങ്ങൾക്കിത്. സംരംഭങ്ങളിൽ ഉണർവ് പ്രതീക്ഷിക്കാം. ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടും. എന്നാൽ തൽക്കാലം പുതിയ കാര്യങ്ങൾ ഒരു രീതിയിലും തുടങ്ങുന്നത് ഉത്തമമല്ല. നക്ഷത്രാധിപനായ ചൊവ്വയുടെ അനുകൂലത കുറവുള്ള കാലമായതിനാൽ ആത്മവിശ്വാസം ചോരാം. ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ തന്നെ തുടരുന്നതാണ്. ഗാർഹികമായി അത്ര സൗഖ്യം ഉണ്ടാകണമെന്നില്ല. മൗനം ഭൂഷണമാകുന്ന ആഴ്ച കൂടിയാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. സ്വയം തീരുമാനിക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കും. പരാശ്രയത്വത്തിൽ താല്പര്യം ഉണ്ടാകുന്ന ആഴ്ചയല്ല. ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദമില്ലാതെ തന്നെ ജോലി ചെയ്യുവാൻ കഴിയുന്നതാണ്. ബിസിനസ് യാത്രകൾ വളരെയധികം വർദ്ധിക്കും. കച്ചവടത്തിൽ സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാകുന്നതാണ്. പിതൃബന്ധുക്കളെ സന്ദർശിക്കുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകളുടെ ഉപരിപഠന കാര്യത്തിൽ ഉചിതമായ തീരുമാനം ഉണ്ടാകും. താൽക്കാലികമായി വാടക വീട്ടിലേക്ക് മാറുവാൻ കഴിയുന്നതാണ്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കൂടുതൽ സുഖകരമാകും. സാമൂഹികമായ മാധ്യമങ്ങളെ കൂടുതലായി പിന്തുടരുവാനും സാധിക്കുന്നതാണ്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. തൊഴിലിൽ മെച്ചമുണ്ടാകും. പോരായ്മകളെല്ലാം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ പിന്തുണ എല്ലാ രീതിയിലും ഉറപ്പിക്കുവാൻ സാധിക്കും. ബിസിനസ്സിലും വളരെയധികം വളർച്ച വരുന്ന ആഴ്ചയാണ്. സർക്കാർ സമർപ്പിച്ച അപേക്ഷകൾക്കെല്ലാം അനുവദിക്കപ്പെടും. ആരോഗ്യപരമായി വളരെയധികം കരുതൽ വേണം. വൈദ്യപരിശോധന, മരുന്നുകൾ ഇവ കഴിക്കുക. ഇവയിൽ ഉദാസീനതയരുത്. ചൊവ്വയും ശനിയും രാഹുവും അനുകൂലരല്ല. ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിലുണ്ടാകണം. പുനഃപരിശോധനയിലൂടെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാകണം മുഖ്യ കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ നിർവഹിക്കേണ്ടത്. കുടുംബ അംഗങ്ങളെ ഒത്തൊരുമിപ്പിക്കുക എന്ന കാര്യം ഈ ആഴ്ച ഒരു രീതിയിലും എളുപ്പമായേക്കില്ല. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. ചന്ദ്രനും ചൊവ്വയും ജന്മരാശി നക്ഷത്രത്തിൽ തുടരുന്നതിനാൽ സമ്മർദ്ദങ്ങളെ എല്ലാം വളരെയധികം കരുതലോടെ അഭിമുഖീകരിക്കേണ്ടി വരും. അല്പസന്തോഷങ്ങൾ കുറയില്ല. പാരിതോഷികം ലഭിക്കുവാൻ ഇടയുണ്ട്. ഇഷ്ടജനങ്ങളെ കാണുവാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാനും കഴിയുന്നതാണ്. തൊഴിലിടത്തിൽ നിങ്ങൾക്ക് സമാധാനം പ്രതീക്ഷിക്കാം. മുൻ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ വാക്കുകൾ സ്വീകാര്യമാകുന്ന ആഴ്ചയാണ്. പ്രകോപനങ്ങളെ കേട്ടില്ലെന്ന് നടിക്കുക. ശോഭശീലം കഴിവതും ഒഴിവാക്കുക. ധനപരമായി വളരെയധികം തൃപ്തിയും വന്നു ചേരും. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. പ്രതികൂലവും അനുകൂലവുമായ കാര്യങ്ങളുടെ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾ കോപിക്കാം. ഉറ്റവരോട് പോലും നിലം മറന്ന് സംസാരിക്കുവാൻ ഇടയുണ്ട്. ജന്മരാശിയിലെ ചൊവ്വ വൈകാരിക ദുർബലതയുണ്ടാകും. അതിനാൽ തന്നെ ആത്മനിയന്ത്രണം പുലർത്തണം. വ്യാഴം, ആദിത്യൻ എന്നീ ഗ്രഹങ്ങൾ സമൂഹത്തിൽ ആദരവ് ഉയർത്തുന്നതാണ്. ചെയ്യുന്ന തൊഴിൽ അംഗീകാരവും ധനലാഭവും കൈവരും. മുൻ കഠിനവുമായി തോന്നിയ ചില കാര്യങ്ങളെല്ലാം ഇപ്പോൾ ലഘുപ്രയത്നത്താൽ തന്നെ നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നതാണ്. ഞായർ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങൾക്ക് അല്പം ഗുണം കുറയുവാനും ഇടയുണ്ട്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. അഷ്ടമഭാവത്തിൻ്റെ അലോസരങ്ങൾ തുടരുകയാൽ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത ഉണ്ടാകണം. അപരിചിതരായ ആളുകളുമായി ക്രയവിക്രയങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. സൗഹൃദങ്ങളിൽ കരുതൽ വേണം.
ബന്ധുകലഹത്തിനുള്ള സാഹചര്യം വന്നുചേരാം. തൊഴിലിടത്തിൽ സമാധാനം ഉണ്ടാകുന്നതാണ്. നറുക്കെടുപ്പ്, ലോട്ടറി, ചിട്ടി ഇവ ഗുണകരമാകും. പിതാവിൽ നിന്നും ധനസഹായം പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിൽ സാമാന്യമായ സംതൃപ്തി വന്നെത്തും. ജോലിക്കാര്യത്തിനായി ചെറുപ്പക്കാരായ ആളുകൾക്ക് വളരെയധികം അലച്ചിലുണ്ടാകും. തിങ്കൾ, ചൊവ്വ, ശനി ദിവസങ്ങളിൽ സ്വൈര്യം കുറയുവാനും ഇടയുള്ള ആഴ്ചയാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. ഔദ്യോഗികമായി കുറച്ച് തിരക്കുകൾ വന്നെത്തും. സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമാകുന്നതാണ്. ചൊവ്വ, ശനി, രാഹു തുടങ്ങിയ ഗ്രഹങ്ങൾ പ്രതികൂലരാകുകയാൽ സമ്മർദ്ദം നിഴൽ പോലെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എന്തു ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടാകുന്നത് ഗുണകരമാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് കടം വസൂലാക്കുക എന്നത് എളുപ്പമാകില്ല. ഊഹക്കച്ചവടത്തിൽ പണം നിക്ഷേപിക്കുവാൻ കഴിയും. ഈ കാര്യങ്ങളെല്ലാം കരുതലോടെ ചെയ്യേണ്ടതാണ്. ദാമ്പത്യത്തിൽ അനുരഞ്ജനമാകും. മനസ്സിലാക്കലും അനിവാര്യമാണ്. കലാപ്രവർത്തനത്തിന് സമയം വന്നെത്തും. ഞായർ, ബുധൻ, വ്യാഴം ദിവസങ്ങൾക്ക് വളരെയധികം മേന്മ വന്നു ചേരും. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് ജോലി ഭാരം വർദ്ധിക്കുന്നതാണ്. സഹപ്രവർത്തകർക്കിടയിൽ അംഗീകാരം നിങ്ങളുടെ വളരെയധികം ഉയരും. തൊഴിൽ തേടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുവാൻ ഇടയുണ്ട്. ബന്ധുക്കളുടെ തെറ്റിദ്ധാരണ നീക്കുവാനുള്ള ശ്രമം ഫലവത്തായേക്കില്ല. കന്നി രാശിക്കാർക്ക് ഭൂമിയിൽ നിന്നും ചെറിയ ആദായമെങ്കിലും വന്നു ചേരും. ചിങ്ങരാശിക്കാർക്ക് ഭൂമിയിൽ ചെലവുണ്ടാകുന്നതാണ്. പുതിയ വരുമാന മാർഗം കണ്ടെത്തുന്നതിൽ വിജയം കാണും. കമ്മീഷൻ തുക സംതൃപ്തി ഉണ്ടാക്കുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ചന്ദ്രൻ പക്ഷബലവാനാകിയാൽ ഗുണാനുഭവങ്ങൾ മുട്ടി നിൽക്കും. മനസ്സിന്റെ നിയന്ത്രണ ശക്തി നഷ്ടപ്പെടില്ല. വിപണന തന്ത്രങ്ങൾ ഫലവത്താകിയാൽ കച്ചവടം വളരെയധികം മെച്ചപ്പെടുന്നതാണ്. ഓൺലൈൻ ബിസിനസിന്റെ വിപുലീകരണത്തിനായി പരസ്യം നൽകുവാൻ സാധിക്കും. ഭാഗ്യപുഷ്ടി പ്രതീക്ഷിക്കാം. ധാർമ്മികവും ജീവകാരുണ്യപരവുമായ കൃത്യങ്ങൾ ഫലം അടയുന്നതാണ്. അതിൻ്റെ പേരിൽ അഭിനന്ദനം ലഭിക്കാം. ഞായർ, തിങ്കൾ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ധനലാഭം വന്നു ചേരും. മറ്റു ദിവസങ്ങളിൽ ക്ലേശമോ അലച്ചിലോ വരുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ലഘുപ്രയത്നം കൊണ്ട് തന്നെ നേട്ടങ്ങൾ സ്വായത്തമാക്കുവാൻ കഴിയും. ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്ന ആഴ്ചയാണ്. പുതിയ കാര്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന പ്രവണത ഗുണം ചെയ്തേക്കില്ല. പാരമ്പര്യമായി ചെയ്തു പോന്നിരുന്ന തൊഴിൽ മെച്ചപ്പെടും. സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് അസൗകര്യപ്രദമായ ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യേണ്ട സാഹചര്യം വന്നു ചേരാം. പ്രധാന കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം ആരായുന്നത് ഉചിതമാകും. ആഡംബര ചെലവുകൾ ഉണ്ടാകുന്നതാണ്. ചൊവ്വ, ശനി ദിവസങ്ങളിൽ ശുഭാരംഭം കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാകും. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. അഷ്ടമരാശി കഴിഞ്ഞതിനാൽ പുത്തൻ ഉണർവ് നിങ്ങൾക്ക് അനുഭവപ്പെടും. ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടുന്ന ആഴ്ചയാണ്. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും മാലാഖമാരാണെന്ന് കരുതരുത്. കർമ്മരംഗത്ത് അധികാരമുണ്ടാകും. ദുസ്വാതന്ത്ര്യം എടുക്കുന്ന ആളുകളോട് കർശനമായ ഭാഷ ഉപയോഗിക്കേണ്ടി വരും. വ്യാപാര പുരോഗതി തൃപ്തികരമാകും. മകളുടെ ഉപരിപഠനത്തിൽ ചില ആശങ്കകൾ വന്നുചേരും. സകുടുംബം തീർത്ഥാടന യാത്ര, ഉത്സവം മുതലായവയിൽ സംബന്ധിക്കുവാൻ കഴിയുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ വളരെയധികം കരുതൽ വേണം. ബിസിനസ് രഹസ്യങ്ങൾ ആരോടും പങ്കുവയ്ക്കരുത്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. തുലാം രാശിക്കാർക്ക് പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും. ബിസിനസ് ചർച്ചകൾ ഫലപ്രദമാകുന്നതാണ്. പൊതുപ്രവർത്തനത്തിൽ ജനകീയമായ അടിത്തറ ബലപ്പെടും. പ്രൊഫഷണൽ രംഗത്ത് മത്സരങ്ങൾ ഉണ്ടാകുമെങ്കിലും വിജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. പ്രണയ സ്വപ്നങ്ങൾ പേറുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ കാലം നിങ്ങൾക്ക് ഗുണകരമല്ല. എഴുത്തുകാരായ ആളുകൾക്ക് ഭാവന പുഷ്ടിപ്പെടുന്നതാണ്. വൃശ്ചിക രാശിക്കാർക്ക് ദാമ്പത്യത്തിൽ സംതൃപ്തി ഉണ്ടാകും. വാരാദ്യ ദിവസങ്ങൾക്ക് വേണ്ടത്ര ഗുണം വന്നു ചേരില്ല. മറ്റു ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള സന്ദർഭം വന്നു ചേരുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്.
നക്ഷത്രനാഥനായ ശനി അഞ്ചാം ഭാവത്തിൽ ശുക്രനോടൊപ്പം ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുന്നു. തന്മൂലം സ്ത്രീ സൗഹൃദം പുഷ്ടിപ്പെടുന്നതാണ്. നിങ്ങളുടെ കലാപരമായ വാസനകൾ പ്രദർശിപ്പിക്കുവാനുള്ള അവസരം വന്നുചേരും. കൂട്ടു ബിസിനസ്സിൽ വിജയം വന്നുചേരുന്നതാണ്. ഭാഗ്യാധിപനായ ചന്ദ്രന് രാശ്യാധിപനായ ചൊവ്വയുമായി ബന്ധം വരികയാൽ ശുഭകാര്യങ്ങൾ, മികച്ച സഹവർത്തിത്വം ഇവ പ്രതീക്ഷിക്കാം. ധനപരമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും. കുടുംബ അന്തരീക്ഷം സ്നേഹപൂർണ്ണമാക്കും. പിതൃപുത്ര ബന്ധം വളരെയധികം മെച്ചപ്പെടുകയും അപ്രതീക്ഷിത ധന നേട്ടങ്ങളും വന്നു ചേരുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ജന്മനക്ഷത്രാധിപനായ ബുധൻ്റെ 3 മാസത്തോളം നീണ്ട നീചസ്ഥിതി അവസാനിക്കുന്ന ആഴ്ചയാണ്. ആറാം ഭാവത്തിൽ ബുധാദിത്യന്മാർ സഞ്ചരിക്കുന്നത് പ്രവൃത്തിയിൽ നൈപുണ്യമുണ്ടാക്കും. കഴിവുകൾ മേലധികാരികളാൽ പ്രശംസിക്കപ്പെടുന്നതാണ്. നവസംരംഭങ്ങൾ ജനശ്രദ്ധ ആകർഷിക്കും. അധ്വാനത്തിൽ ആത്മസംതൃപ്തി അനുഭവപ്പെടുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ യുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. ഉപരിപഠന കാര്യത്തിൽ തീർപ്പുണ്ടാകുന്നതാണ്. ഞായർ, തിങ്കൾ, ശനി ദിവസങ്ങൾക്ക് അല്പം മേന്മ കുറയുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നതും ഗുണകരമാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ഞായർ ബന്ധുസമാഗമം, കുടുംബത്തിനൊപ്പം ലഘുവിനോദയാത്ര, പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കൽ ഇവ ഉണ്ടാകും. തിങ്കളും ചൊവ്വയും ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മനക്ലേശം വന്നു ചേരും. ദേഷ്യം കൂടുന്നതാണ്. ചിലരുടെ വിരോധം സമ്പാദിക്കുവാൻ ഇടയുണ്ട്. ബുധൻ സമ്മിശ്രമായ അനുഭവങ്ങൾ ഭവിക്കാം. മറ്റ് ദിവസങ്ങളിൽ പലതരത്തിലുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. കച്ചവടത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ കഴിയും. സംഘടനയെ ബഹുമാന്യത ഉയരുന്നതാണ്. ഭാവിയെക്കുറിച്ച് ഗൗരവത്തോടെ ആലോചിക്കുവാനും നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും സാധിക്കുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. കർമ്മ മേഖലയിൽ ഗുണം ഭവിക്കുവാൻ കൂടുതൽ അധ്വാനം ആവശ്യമായി വരും. മറ്റുള്ളവരെ ആശ്രയിക്കുന്ന കാര്യങ്ങൾ സാർത്ഥകമാക്കുവാൻ തുടർ സമ്മർദ്ദം വേണ്ടതുണ്ട്. നവസംരംഭങ്ങളുടെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുവാൻ കഴിയും. ഗൃഹാന്തരീക്ഷം കുറച്ചൊക്കെ സമാധാനം സമ്മാനിക്കുന്നതാണ്. ധനവരവ് തൃപ്തിയേകുമെങ്കിലും മിതവ്യയം പാലിക്കുവാൻ കഴിഞ്ഞേക്കില്ല. തിങ്കളും ചൊവ്വയും എല്ലാ കാര്യങ്ങളിലും കരുതലുണ്ടാകണം. ഉപാസനാദികൾക്ക് മുടക്കം വരുവാൻ ഇടയുള്ള ആഴ്ചയാണ്. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാനും പാരിതോഷികങ്ങൾ ലഭിക്കുവാനും ഇടവരും. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ജോലി തിരക്കുകൾക്കിടയിൽ സ്വന്തം കാര്യം മറക്കും. സംഘടനാ ചുമതലകൾ ഒഴിയാൻ തീരുമാനിച്ചാലും തുടരുവാനുള്ള സമ്മർദ്ദം വന്നു ചേരും. കരാർ പണികൾ നീട്ടിക്കിട്ടുന്നതാണ്. ബിസിനസ്സിനായി ലോൺ സ്വീകരിക്കും. ബന്ധുകലഹങ്ങളിൽ മധ്യസ്ഥം വഹിക്കുവാൻ സാധിക്കുന്നതാണ്. പുതിയ സാങ്കേതിക പഠിക്കാൻ ഓഫീസിൽ നിന്നും നിർദ്ദേശം ലഭിക്കുന്നതാണ്. ഔദ്യോഗിക അനൗദ്യോഗിക യാത്രകൾ വേണ്ടി വരുന്ന ആഴ്ചയാണ്. ഗൃഹനിർമ്മാണം തടസ്സപ്പെടാതിരിക്കുവാൻ സ്വർണ്ണ പണയമോ കൈവായ്പയോ വേണ്ടിവരും. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾക്ക് മേന്മ കുറയുകയും ചെയ്യുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. പദവി ഉയർന്നില്ലെങ്കിലും ചുമതലകൾ വർദ്ധിക്കുന്നതാണ്. വേതനം വർദ്ധിച്ചില്ലെങ്കിലും ജോലിഭാരം വർദ്ധിക്കും. അധികാരികൾ കൂടുതൽ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്നതാണ്. പ്രണയത്തിൽ നിന്നും പിന്മാറുവാൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ കാരണമാകും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണിക്കായി ചിലവേറുന്നതാണ്. ആവശ്യത്തിന് വിശ്രമം കിട്ടിയേക്കില്ല. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ സുഹൃത്ത് സമാഗമം, സന്തോഷം ഇവ വന്നു ചേരും. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അഷ്ടമരാശിയാകിയാൽ എല്ലാ കാര്യങ്ങളിലും കരുതൽ ആവശ്യമാണ്. കുടുംബാംഗങ്ങളുടെ പിന്തുണ കുറയുകയും ചെയ്യുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. പ്രവർത്തനത്തിൽ അപ്രതീക്ഷിത തടസ്സമോ മേലധികാരികളുടെ ഇടപെടലുകളോ ഭവിക്കാം. സഹപ്രവർത്തകരുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. കുടുംബസുഖം, ദാമ്പത്യത്തിൽ സംതൃപ്തിയും അനുഭവപ്പെടും.
മകളുടെ പരീക്ഷാ വിജയം ആനന്ദം സമ്മാനിക്കും. ഇഷ്ടജനങ്ങളുമായി ഒത്തുചേരൽ, ഉല്ലാസം ഇവ ഉണ്ടാകുന്നതാണ്. കുംഭരാശിക്കാർക്ക് കൃഷിയിൽ ആഭിമുഖ്യം വളരുന്നതാണ്. ഭൂമിയിൽ നിന്നും ചെറിയ ആദായം പ്രതീക്ഷിക്കാം. മകരരാശിക്കാർക്ക് വാടക വീട് ലഭിക്കും. വ്യാപാര കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുവാൻ ഇടയുണ്ട്. വാരം മധ്യത്തിലെ ദിവസങ്ങളിൽ സുഗമത ലോപിക്കാം. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ ഐക്യം കുറയുന്നതാണ്. മകൻ്റെ മികച്ച വിജയം പിണക്കങ്ങളെ പരിഹരിക്കും. രോഗാവസ്ഥയിലുണ്ടായിരുന്ന ആളുകൾക്ക് വിദഗ്ധ ചികിത്സ വേണ്ടിവരും. ആദർശ ചിന്തകളെ പ്രായോഗികമാക്കുവാൻ ശ്രമിക്കുന്നതാണ്. തൊഴിലിടത്തിലെ എതിർപ്പുകളെ തിരസ്കരിച്ച് മുന്നേറുവാൻ സാധിക്കും. ഉത്സവാദികളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. യോഗ പ്രഭാഷണങ്ങൾ ഇവയ്ക്കും സമയം കണ്ടെത്തുവാൻ കഴിയും. സ്വന്തം സംരംഭങ്ങൾ പ്രവർത്തനക്ഷമമാകുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. വ്യവഹാരങ്ങൾ കോടതിക്ക് പുറത്ത് പരിഹരിക്കുവാൻ എതിർ കക്ഷികൾ താൽപ്പര്യപ്പെടുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. രാഹു പൂരുരുട്ടാതിയിൽ ഇനി കുറെ കാലമുണ്ടാകും. ഇപ്പോൾ 4-ാം പാദത്തിൽ നിന്നും 3-ാം പാദത്തിലേക്ക് കടക്കുവാൻ പോകുന്നു. ചിന്തകൾ പിന്നോട്ട് പോകാം. ക്രിയാശേഷി കുറയുവാൻ ഇടയുണ്ട്. കാര്യസാധ്യത്തിന് കുറുക്കുവഴികൾ തേടുന്നതാണ്. ഗൃഹജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തി പറയുവാനാവില്ല. സുഖ സൗകര്യങ്ങൾക്കായി കൂടുതൽ ചെലവ് വേണ്ടിവരും. ദുശീലങ്ങൾ ഉള്ളവർക്ക് സ്വയം നിയന്ത്രണം ആവശ്യമാണ്. വലിയ മുതൽ മുടക്കി പുതിയ കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങരുത്. ജോലി ഉപേക്ഷിച്ചാൽ പുതിയ ജോലി കിട്ടുവാൻ വൈകുന്നതാണ്. വെള്ളി ശനി ദിവസങ്ങളിൽ വളരെയധികം കരുതൽ വേണ്ടതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ശനിയും ശുക്രനും ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുന്നു. പൊതുവെ സമ്മർദ്ദങ്ങൾ പിടിമുറുക്കുന്ന ആഴ്ചയാണ്. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ തടസ്സങ്ങൾ വന്നു ചേരും. ജന്മരാശിയിൽ രാഹുവും തുടരുകയാൽ ദുർബോധനകൾക്ക് വിധേയരാകേണ്ടി വരും. പഞ്ചമത്തിലെ ചൊവ്വ അനാവശ്യമായ കാര്യങ്ങൾ ശാഠ്യം സമ്മാനിക്കും. ദാമ്പത്യത്തിൽ പാരസ്പര്യം കുറയുന്നതാണ്. ചില തെറ്റിദ്ധാരണകൾ ഗൃഹാന്തരീക്ഷത്തെ കലുഷമാക്കും. ധനപരമായ സ്വസ്ഥതയുണ്ടാക്കും. വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങില്ല. അന്യനാട്ടിൽ കഴിയുന്ന ആളുകളാണെങ്കിലെങ്കിൽ നാട്ടിലെത്തുവാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. സമയബന്ധിതമായി പ്രവർത്തിക്കുവാൻ മടിക്കും. ചിലതൊക്കെ പിന്നീടത്തേക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ടി വരുന്നതാണ്. വാതരോഗം ഉപദ്രവിക്കാം. സാമ്പത്തികമായി അമളി പിണയുവാൻ ഇടയുണ്ട്. അനർഹർക്ക് അവസരം കിട്ടുന്നതിൽ ശോഭിക്കേണ്ടി വരും. പ്രതിഷേധം അതിര് കവിയരുത്. പിതൃസ്വത്തിന്മേൽ തർക്കങ്ങൾ ഉടലെടുക്കുവാൻ ഇടയുണ്ട്. ജീവകാരുണ്യത്തിന് സമയം കണ്ടെത്തുവാൻ കഴിയും. കുടുംബത്തിൻ്റെ ജന്മനാട്ടിൽ വേരുകൾ അന്വേഷിക്കുന്നതിൽ ഔത്സുക്യം ഉണ്ടാകുന്നതാണ്. ആഡംബര ചെലവുകൾ വന്നു ചേരും. മകൻ്റെ പഠന ആവശ്യങ്ങൾക്ക് കൂടുതൽ കരുതൽ ധനം ആവശ്യമായി വരുന്ന ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.